കാലഘട്ടം പല ഘട്ടങ്ങളിലായി പല ദൗത്യങ്ങളും നമുക്ക് വ്യക്തിപരമായി ഏൽപ്പിച്ചു തരും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം നിങ്ങൾ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ എന്ന നിലയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന മഹത്തരമായ ദൗത്യം നമ്മുടെ പാർട്ടിയെ, ഈ രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അതീവ ശക്തമായിട്ടുള്ള ദൗത്യം നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതെങ്ങനെ സാധിക്കും നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ, ഈ ഇരിക്കുന്ന വാർഡ് പ്രസിഡന്റുമാരായി തിളങ്ങി നിൽക്കണമെങ്കിൽ നിങ്ങളുടെ വാർഡിൽ കോൺഗ്രസിൻ്റെയോ ഐക്യജനാധിപത്യ മുന്നണിയുടെയോ ഒരു പഞ്ചായത്ത് മെമ്പറെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമായി മാറേണ്ടത്. ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയും സംഘവും നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ പഠനം നിങ്ങൾക്കറിയാം. അസഹിഷ്ണുതയുടെ, പകയുടെ, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം, ടാർഗറ്റഡ് ലെജിസ്ലേഷൻ, നിയമനിർമ്മാണങ്ങൾ പോലും ചിലരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ പോലും മടി കാണിക്കാത്ത നിയമനിർമ്മാണങ്ങൾ നടത്തുന്നവർ. അതാണല്ലോ നമ്മുടെ രാജ്യം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ടാർഗറ്റഡ് ലെജിസ്ലേഷനും അതുപോലെ വിഭജന രാഷ്ട്രീയവും കൊണ്ട് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് ആളുകളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതിൻ്റെ മറ്റൊരു കാർബൺ പതിപ്പായി മോഡിക്ക് വലിയ തോതിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സാക്ഷാൽ പിണറായി വിജയൻ കേരളത്തിലും ഇരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. തമ്മിലൊരു വ്യത്യാസമൊന്നുമില്ല, ധരിക്കണ്ട. സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, രീതികളിൽ അവരെല്ലാം ഒന്നാണ്. അപ്പം ഇതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ദേശീയ തലത്തിലും നമ്മുടെ സംസ്ഥാന തലത്തിലും നടത്താൻ വേണ്ടി പോകുന്നത്. അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം നിങ്ങൾ കഴിഞ്ഞ ദിവസം തുഷാർ ഗാന്ധി വന്ന് പ്രസംഗിച്ചു. അദ്ദേഹം പ്രസംഗിച്ചത് എന്താ? ഈ രാജ്യത്തിന് ക്യാൻസർ പിടിച്ചിരിക്കുന്നു, ഈ ക്യാൻസർ ഉണ്ടാക്കിയത് സംഘപരിവാറാണ്. സത്യമല്ലേ? ഈ രാജ്യത്തിൻ്റെ മതേതരത്വ സ്വഭാവത്തെയും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവത്തെയും ഈ നാടിൻ്റെ എല്ലാവിധമായിട്ടുള്ള മൗലികമായിട്ടുള്ള മൂല്യങ്ങളെയും തച്ച് തകർത്തുകൊണ്ട് മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ ഉത്സവങ്ങൾ വന്നാൽ പോലും നമ്മളെല്ലാം ആഘോഷിക്കുന്ന ഉത്സവം. ഇന്ന് ഹോളിയാണ് ഉത്സവം. ഈ ഹോളി നമ്മളെല്ലാവരും ആഘോഷിക്കാറുണ്ട്. ഇപ്പം പെരുന്നാൾ എല്ലാവരും ആഘോഷിക്കും, ഓണം എല്ലാവരും ആഘോഷിക്കും. സമൂഹത്തിൽ ഉത്സവങ്ങളൊക്കെ തന്നെ പരസ്പരം ആഘോഷിക്കാനും പരസ്പര സ്നേഹം ഉദ്ഘോഷിക്കേണ്ടതുമാണ്. ഉത്സവങ്ങൾ വിഭജനത്തിൻ്റെ മേഖലകളാക്കി മാറ്റിയത് ആരാണ് ഈ നാട്ടിൽ? മോഡിയും കേന്ദ്ര സർക്കാരും. അപ്പോൾ അത്തരം അസഹിഷ്ണുത ഉണ്ടാക്കി രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിത്ത് പാകുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റും സർക്കാരും അവരുടെ അണിയാളികളായിട്ടുള്ള സംഘപരിവാറും. അതാണല്ലോ തുഷാർ ഗാന്ധി പറഞ്ഞ അഭിപ്രായം സഹിക്കാൻ വയ്യാതെ അദ്ദേഹത്തെ തടയാൻ വേണ്ടി പോയത്. തിരുവനന്തപുരത്ത് തടഞ്ഞാൽ നിൽക്കുന്ന ആളാണോ തുഷാർ ഗാന്ധി? സംഘപരിവാറുകാർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അത് മഹാത്മാഗാന്ധിയുടെ ചെറുമകനാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഗോഡ്സെയുടെ രാഷ്ട്രീയം ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഇവർക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുമ്പോൾ, ഈ ഫാസിസം ഇവർ നടപ്പിലാക്കുമ്പോൾ ഇവർ ഫാസിസ്റ്റേ അല്ല എന്നുള്ള കണ്ടുപിടുത്താണ് നമ്മുടെ പോളിറ്റ് ബ്യൂറോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ CPM-കാർ പറയുന്നത് ഇവർ ഫാസിസ്റ്റുകളെ അല്ല. എന്ത് ഫാസിസത്തിന് തെളിവ് വേണം സഖാവേ? BJP-യുടെയും സംഘപരിവാറിൻ്റെയും ഈ പ്രവർത്തനത്തിനൊപ്പം എന്ത് തെളിവ് വേണം ഫാസിസത്തിന്? CPM-കാർ തയ്യാറാണ്, പറയാൻ തയ്യാറാകണം. അപ്പോൾ ഈ രാജ്യത്തെ ഇവരൊക്കെ തമ്മിലുള്ള ഐക്യരൂപത്തിൻ്റെ ഒരു സൂചനകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള പരിശ്രമം നടത്തുന്ന പാർട്ടി എന്നതിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളെല്ലാ കൈകളിൽ നിന്നും ഏറ്റെടുക്കണം. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പും തദ്ദേശ തിരഞ്ഞെടുപ്പും തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. 2 മാസത്തിൻ്റെ വ്യത്യാസം. രണ്ടാമത് ഭരണം വന്നതിൻ്റെ ദുരന്തം നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദുരന്തം വീണ്ടും പേറാൻ നമുക്കാർക്കും കഴിയില്ല. കേരള ജനത അതിന് തയ്യാറുമല്ല. കേരള ജനതയ്ക്ക് ഒറ്റക്കെട്ടായ ഒരു മാനസികാവസ്ഥയുണ്ട്. ഈ ദുരന്തപൂർണമായിട്ടുള്ള രണ്ടാം പിണറായി സർക്കാരിനെ അങ്ങ് താഴെ ഇറക്കി പകരം UDF-നെ അധികാരത്തിൽ കൊണ്ടുവരാൻ അവർ മനസ്സുകൊണ്ട് പാകപ്പെട്ട് നിൽക്കുകയാണ്. അവിടെ ഇത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന LDF-നാണ്.
അതിന് മുമ്പ് നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലടക്കം നിങ്ങൾ മനസ്സിലാക്കുന്നത് പഞ്ചായത്തിന് അധികാരങ്ങളെല്ലാം പോയി. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടെങ്കിൽ അവർക്കറിയാം. കൃഷി, വിദ്യാഭ്യാസം, നമ്മൾ കൊടുത്ത എല്ലാ അധികാരങ്ങളും, രാജീവ് ഗാന്ധിയുടെ ലക്ഷ്യം പഞ്ചായത്ത് രാജ് സമ്പ്രദായം, അധികാര വികേന്ദ്രീകരണം, ഇതെല്ലാം തകർത്തുകൊണ്ട് കൊടുത്ത അധികാരങ്ങളെല്ലാം തിരിച്ചെടുത്തു. പണം കൊടുക്കുന്നില്ല, ധനവിഭാഗം സമാഹരണമില്ല. പഞ്ചായത്ത് രാജിനെ ഇപ്പൊ നോക്കുകുത്തിയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ സർക്കാർ. ഇത് നമുക്ക് മനസ്സിലാകേണ്ടതായിട്ടില്ലേ? ഈ പഞ്ചായത്ത് രാജിനെ നോക്കുകുത്തിയാക്കുന്ന ഈ സർക്കാർ വലിയ ജനകീയ ആസൂത്രണം പറഞ്ഞുകൊണ്ട് നടന്നവരായിരുന്നു. പക്ഷെ നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഇപ്പോൾ ചോദിച്ചേ, എത്ര കട്ടുണ്ട്? പ്ലാൻ തീരുമാനിക്കുന്ന പ്ലാനാണോ കിട്ടുന്ന പണമായിട്ട് തിരിച്ചു വരുന്നത്, അംഗീകരിച്ച് തിരിച്ചു വരുന്നത്? അപ്പോൾ അധികാര വികേന്ദ്രീകരണം ഇല്ലാതാക്കി പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെ ഞെരുക്കി കൊന്നിരിക്കുകയാണ്. ഇത് തിരിച്ചു കൊണ്ടുവരണം. നമുക്ക് കേരളത്തിലെ ഗവൺമെൻറ്റിനെ തിരിച്ചു കൊണ്ടുവരണം. ഇത് രണ്ടിനും നടക്കാൻ പറ്റുന്നതാണ് ഒരേ വഴിയിൽ. പഞ്ചായത്ത് ഇലക്ഷൻ നമ്മൾ ജയിച്ചാൽ ഒരു സംശയം വേണ്ട, വലിയ ഭൂരിപക്ഷത്തോടെ കേരളം UDF ജയിച്ചു വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. അതിനുള്ള ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അതിനുള്ള ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട ഒരു സർക്കാരല്ല. കമ്മ്യൂണിസ്റ്റുകാർ പോലും നമുക്ക് വോട്ട് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഞാൻ വെറുതെ പറയുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ പോലും കാത്തിരിക്കുകയാണ് പിണറായി വിജയനെ ഒന്ന് താഴെ ഇറക്കാനായിട്ട്. കാരണം ഇത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അല്ല.